എൻ്റെ ഒരു ലക്കി സൺഡേ ആണ് നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത്. രാവിലെ തന്നെ അപ്പുറത്തെ വീട്ടിൽ പണി അടക്കായിരുന്നു. അങ്ങനെ അവിടുത്തെ തട്ടും മുട്ടും ബഹളവും കേട്ട് ഞാനാണെങ്കിൽ തലപെരുത്ത് രാവിലെ എണീറ്റ് കിടക്കുകയാണ്. കാരണം ഞായറാഴ്ച ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ ഉറങ്ങണമെന്നൊക്കെ വിചാരിച്ചാണ് ഇന്നലെ കിടന്ന് ഉറങ്ങിയത്. ഇതാ ഇവിടെയാണ് പണി നടക്കണത്. ലാസ്റ്റ് എനിക്ക് തലവേദനിച്ചപ്പോൾ ഞാൻ പിന്നെ പുറത്തോട്ടൊക്കെ ഇറങ്ങി വന്നിട്ട് കുറച്ച് നേരം മൈൻഡ് ഒന്ന് സെറ്റാക്കാമെന്ന് വെച്ച്. കാരണം രാവിലെ തന്നെ തലവേദന കുറച്ച് ടാസ്ക്കാണ്. മാത്രമല്ല സൺഡേ ആയതുകൊണ്ട് തന്നെ കുറച്ചധികം പണികളുണ്ട് നമുക്ക്. പിന്നെ ഇന്ന് സേമിയ ഉപ്പുമാവെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഓടിപ്പോയി പല്ലൊക്കെ തേച്ച് അതെടുത്ത് കഴിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ വിചാരിച്ച് കുറച്ച് നേരം പാട്ടൊക്കെ കേൾക്കാമെന്ന്. അങ്ങനെ ഞാൻ ടി വിയിൽ പാട്ടൊക്കെ വെച്ചിട്ട് നേരെ പോയത് ഇവിടെ ഒന്നും വൃത്തിയാക്കാനാണ്. കാരണം എല്ലാം ഞാനിങ്ങനെ വലിച്ചു വാരി ഇട്ടേക്കുവാണ് കുറച്ച് ദിവസങ്ങളായിട്ട്. പിന്നെ ആ ഒരു പച്ച കവറിനകത്ത് ഫുൾ എൻ്റെ സോപ്പ്, ഫേസ് വാഷ് അങ്ങനത്തെ സാധനങ്ങളാണ്. ഈ ഒരു കവറിനകത്ത് ഫുള്ള് അലക്കാനുള്ള ഡ്രസ്സാണ് കേട്ടോ. എനിക്ക് ഈ ഞായറാഴ്ച അലക്കിയില്ലെങ്കിൽ ഒരു സമാധാനം വരത്തില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ കളക്ട് ചെയ്ത് വയ്ക്കും. പിന്നെ ഇത് എന്താണ് ഞാൻ പെട്ടെന്ന് ദിഗംബരനായി എന്ന് വെച്ചാൽ, ഞാൻ പാട്ട് സൗണ്ട് കൂട്ടിയിട്ടത് ഞങ്ങളുടെ അമ്മുമ്മയ്ക്ക് അങ്ങോട്ട് പിടിച്ചില്ല. അപ്പം അവർ വന്ന് കിടന്ന് എന്തൊക്കെയോ പറയണുണ്ട് എന്നെ. ഞാൻ കുറേ നേരം മിണ്ടാതെ കേട്ടുകൊണ്ടൊക്കെ നിന്ന് ചിരിച്ചുകൊണ്ട്. പിന്നെ അത് അങ്ങോട്ട് വഷളായി. അപ്പം എനിക്ക് പിന്നെ ഞാനങ്ങനെ ദേഷ്യം അങ്ങനെ എനിക്ക് എപ്പോഴും ഒന്നും വരത്തില്ല. ഞാൻ മാക്സിമം ഞാൻ മിണ്ടാതെ നിൽക്കത്തേ ഉള്ളൂ, ആരെന്നെ എന്ത് പറഞ്ഞാലും. പക്ഷേ എൻ്റെ കൺട്രോൾ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ മറ്റേ പട്ടീരെ വാക്കി അത് കമ്പിട്ടോലെ ഞാൻ കലകളോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഞാൻ കളിതുള്ളിയ കാളിയെ പോലെ നിൽക്കുകയാണ്. കുഴപ്പമില്ല, അത് പിന്നെ സെറ്റായി കേട്ടോ. നമ്മൾ പറഞ്ഞ് പിന്നെ സോൾവ് ആക്കി. അങ്ങനെ പിന്നെ ഞാൻ ഇച്ചിരി വെള്ളം കുടിക്കാമെന്ന് തന്നെ പോയപ്പോൾ കുപ്പിയിൽ വെള്ളമില്ല. പിന്നെ വെള്ളം എടുക്കാൻ പോയപ്പോൾ വെള്ളമാണെങ്കിൽ അടുപ്പിൽ കിടന്ന് തിളക്കണേ ഉള്ളൂ. ഇവളാണെങ്കിൽ ഒരു നൂലേട്ടിന് പോകാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവരൊക്കെ പോയതിന് ശേഷം ഞാനാണെങ്കിൽ അസൈൻമെൻറ്റ് എഴുതാൻ വേണ്ടിയിരുന്നു. കാരണം കുറേ ദിവസമായി ഈ അസൈൻമെൻറ്റ് പേപ്പർ വാങ്ങിച്ചു വെച്ചിട്ട് ഇതുവരെ എനിക്ക് എഴുതാനുള്ള മുഹൂർത്തം അങ്ങോട്ട് കിട്ടിയില്ല. അങ്ങനെ എഴുതാമെന്ന് പറഞ്ഞ് പോയപ്പോൾ ഉടനെ എൻ്റെ അമ്മ വന്നിട്ട് പറഞ്ഞ് ഫോണിലൊരു മിസ്ഡ് കോൾ വന്നായിരുന്നു നോക്കാം. പിന്നെ അതൊക്കെ ഞാൻ നോക്കി കൊടുത്തു. എഴുതാൻ തുടങ്ങിയപ്പോഴേ തടസ്സങ്ങളാണ്. എഴുതി ഇങ്ങനെ ഒരു ഇതായിട്ട് വന്നപ്പോഴത്തേക്ക് അമ്മമ്മ പറഞ്ഞ് മില്ലിൽ പോയിട്ട് വരാം. തള്ള സമ്മതിക്കൂല നന്നാവാൻ വേണ്ടി. പിന്നെ ഞാൻ മുളകും അരിയൊക്കെ പൊടിച്ചുകൊണ്ട് വന്ന് പൊടിച്ചുകൊണ്ട് വന്നതിൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചോറ് വാരിത്തരുന്നത് കേട്ടോ. ചോറും കഴിച്ചിട്ട് ഇത്തിരി കഞ്ഞിവെള്ളം ചോദിച്ചാൽ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ബാക്കി നിങ്ങൾ തന്നെ കണ്ടു നോക്കിക്കോ. വെള്ളം താഴെ പോയെന്ന്. ഒരു തുണി എടുത്ത് തരോ? ഇവിടെ എല്ലാം ആയി. ഒരു തുണി ഇത്തിരി എടുത്തോണ്ട് വന്ന് തുടയ്ക്കണം. ആ തുണി അയ്യോ